നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. മലപ്പുറം താനൂരിൽ നവജാത ശിശുവിനെ കൊന്ന് കുഴിച്ചു മൂടിയ സംഭവത്തിൽ അമ്മ അറസ്റ്റിലായിരിക്കുകയാണ്. കഴിഞ്ഞ 26-നാണ് സംഭവം നടന്നതെന്നാണ് യുവതിയുടെ മൊഴി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചാണ് ഇവർ കുഞ്ഞിനെ പ്രസവിച്ചത്. ഈ മാസം 24-നാണ് ഓട്ടംപുറം സ്വദേശി ജുമൈലത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ആൺകുഞ്ഞിന് ജന്മം നൽകിയത്. 27-ന് ഡിസ്ചാർജ് ആയ ശേഷം വീട്ടിലെത്തിയ ജുമൈലത്ത് കുഞ്ഞിനെ ബക്കറ്റിൽ വെള്ളം നിറച്ച ശേഷം മുക്കി കൊലപ്പെടുത്തുകയായിരുന്നു. വീട്ടിലുണ്ടായിരുന്ന ഉമ്മയും മറ്റു 3 മക്കളും ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷമായിരുന്നു ക്രൂരകൃത്യം. തുടർന്ന് മുറ്റത്ത് കുഴിച്ചിട്ടു. 1.5 വർഷത്തോളമായി ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്ന യുവതി ഇതിനിടയിൽ ഗർഭിണിയായ കാര്യം രഹസ്യമായി സൂക്ഷിക്കുകയായിരുന്നു. കുഞ്ഞുണ്ടായ കാര്യം പുറത്തറിഞ്ഞാൽ ഉണ്ടാകുന്ന നാണക്കേട് ഭയന്നാണ് കൊലപ്പെടുത്താൻ തീരുമാനിച്ചതെന്ന് യുവതി പോലീസിനോട് പറഞ്ഞു. 4ാമത്തെ പ്രസവമായിരുന്നു ഇത്. ഇപ്പോൾ സംഭവത്തിൽ കൂടുതൽ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ്. ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് താനൂരിലേക്ക് എത്തിച്ച ഓട്ടോ ഡ്രൈവർ നജീബ്. എന്റെ വണ്ടിയിൽ അവർ കയറി. സാധാരണ അമ്മയും കുഞ്ഞുമാകുമ്പോൾ സർക്കാർ വണ്ടി കൊടുക്കും. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് സർക്കാർ എവിടെ നിന്ന് വണ്ടി തരില്ലേ എന്ന്. ഞങ്ങൾക്ക് ഇൻഷുറൻസ് ഇല്ല, കാർ വിളിക്കാൻ ഇല്ലാത്തത് കൊണ്ടാണ് ഓട്ടോയിൽ പോയാൽ മതി, താനൂരാണ് എന്ന് അവർ പറഞ്ഞു. ഒരു 10 കിലോമീറ്റർ എത്തിയപ്പോൾ അവർ പറഞ്ഞു, മോനെ ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ എന്ന് ചോദിച്ചപ്പോൾ, ഈ കുഞ്ഞ് ഞങ്ങൾക്ക് വേണ്ട, അനാഥാലയത്തിലാക്കാൻ പറ്റുന്ന ആളുണ്ടോ എന്നും ചോദിച്ചു. നിങ്ങൾ പ്രസവിച്ച കുഞ്ഞല്ലേ, ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞു. മക്കൾ കൂടുതലാണ്, എല്ലാവരെയും നോക്കാൻ പറ്റില്ല, അങ്ങനത്തെ അവസ്ഥയിലാണ് എന്നും പറഞ്ഞു. നിങ്ങൾക്കിത് ആദ്യം ഓർമ്മയില്ലെന്ന് ഞാൻ ചോദിക്കുകയുണ്ടായി. ആദ്യം 4 മാസം വരെ മൂത്രക്കല്ലാണ്, വിവരം അറിഞ്ഞില്ല, അബോർഷൻ ചെയ്യാൻ പറ്റിയില്ല എന്നുമാണ് അവർ പറഞ്ഞത്. 3 പെൺകുട്ടികളെ, നിങ്ങൾക്ക് 4ാമത്തെ ആൺകുട്ടിയല്ലേ, നിങ്ങൾക്കത് ഭാഗ്യമായിരിക്കും, നിങ്ങൾ അതിനെ പോറ്റിക്കോളിൻ എന്നും ഞാൻ പറഞ്ഞു. കെട്ടിയോൾ നോക്കുന്നില്ല, അങ്ങനെ ഒരു വിഷമത്തിലാണ് ഞങ്ങൾ. കെട്ടിയാൽ നോക്കുന്നില്ല, അങ്ങനെ ഒരു വിഷമത്തിലാണ് ഞങ്ങൾ. പോറ്റുന്ന ആർക്കെങ്കിലും കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞു. നിങ്ങളുടെ നമ്പർ തരുമെന്ന് ഞാൻ പറഞ്ഞു. പോകുന്ന വഴിക്ക് ആർക്കെങ്കിലും കൊടുക്കാനേ പറ്റൂ, വീട്ടിലെത്തിയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് അവർ പറയുണ്ടായി. നിങ്ങൾ പ്രസവിക്കാൻ വന്നതല്ലേ, നിങ്ങളുടെ അയൽവാസികളെല്ലാം കണ്ടിട്ടുണ്ടാവില്ലേ, നിങ്ങൾ ഗർഭിണിയായി വന്നതെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ആ വല്യമ്മ പറയുകയാണ്, എപ്പോഴെനിക്ക് സങ്കടമായി, 3 ആളും ഒരേപോലെ പറയുകയാണ്. എന്നാൽ ഞങ്ങൾ എങ്ങനെ പോറ്റിക്കോളാം എന്ന് പറഞ്ഞു. ഞാൻ അവരെ വീട്ടിൽ കൊണ്ടാക്കി. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ പാടെ ചെറിയ കുട്ടി കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ട് ഓടി. അവർ കുട്ടിയെയും കൊണ്ട് പോയി. ഇപ്പോൾ ഈ വല്യമ്മ ഒരു സെന്റി ഡയലോഗും പറഞ്ഞു. മോനെ, ഇതാരോടും പറയണ്ടാട്ടോ, നീ ആരോടും പറയണ്ട, മറന്നുകളാ എന്നും അവർ പറഞ്ഞു. വീട്ടിൽ പോയി തനിക്ക് ഉറക്കം കിട്ടിയില്ലെന്നും മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ പോയെന്നും അദ്ദേഹം പറഞ്ഞു.